നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. ഏതാനും നാളുകളായി തമിഴ്നാട് മുഖ്യമന്ത്രി നടനുമായ വിജയുടെ കുടുംബജീവിതവും വിവാഹമോചന നീക്കങ്ങളും എല്ലാം മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും നിറഞ്ഞു നിന്ന വാർത്തയായിരുന്നു. വിജയിൽ നിന്നും വിവാഹമോചനം ആവശ്യപ്പെട്ട് ഭാര്യ സംഗീതയാണ് കുടുംബ കോടതിയെ സമീപിച്ചത്. 2021 മുതൽ വിജയ്ക്ക് ഒരു നടിയുമായി ബന്ധമുണ്ടെന്നും അതിൽ നിന്ന് പിന്മാറുമെന്ന് പറഞ്ഞിട്ടും തുടരുകയായിരുന്നുവെന്നും വിവാഹമോചന ഹർജിയിൽ ആരോപിക്കുന്നുണ്ട്. വിജയ്ക്ക് ഒപ്പമുള്ള പല ചിത്രങ്ങളും പുറത്തുവന്നതും മുഖ്യമന്ത്രിയായുള്ള സത്യപ്രതിജ്ഞ ചടങ്ങിൽ എത്തിയതും തൃഷയാണ് ആ നടി എന്ന പ്രചരണത്തിന് ശക്തി പകരുന്നതായിരുന്നു. എന്നാൽ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം വിവാഹമോചന ഹർജി സംഗീത പിൻവലിച്ചിരിക്കുകയായിരുന്നു. വിജയിൽ നിന്ന് അകന്ന് ലണ്ടനിൽ താമസിച്ചിരുന്ന സംഗീത ചെന്നൈ നീലഗിരിയിലെ വീട്ടിലേക്ക് തിരിച്ച് എത്തിയതായും വിജയുടെ അമ്മയാണ് പ്രശ്നപരിഹാരത്തിന് മുൻകൈ എടുത്തത് എന്നുമുള്ള വാർത്തകളായിരുന്നു പ്രചരിക്കുന്നത്. എന്നാൽ സംഗീത ഇപ്പോൾ ഇത്തരത്തിൽ ഒരു തീരുമാനം എടുത്തതിന് പിന്നിൽ ശക്തമായ ലക്ഷ്യങ്ങൾ ഉണ്ടാകാമെന്നാണ് ഒരു വിഭാഗം പ്രേക്ഷകരുടെ അവകാശവാദം. വിവാഹമോചനം സംഭവിച്ചാൽ തൃഷയുമായുള്ള വിജയുടെ വിവാഹം നടന്നേക്കും. എന്നാൽ സംഗീത വിവാഹമോചനം നൽകാത്ത പക്ഷം തൃഷയെ നിയമപരമായി ഭാര്യയെ സ്വീകരിക്കാൻ വിജയ്ക്ക് കഴിയുകയുമില്ല. എല്ലാം വേണ്ട എന്ന് വെച്ച് തെറ്റുകൾ ഏറ്റുപറഞ്ഞ് സംഗീതയ്ക്കൊപ്പം ജീവിക്കാമെന്ന് കരുതിയാൽ അതിനും വിജയ്ക്ക് സാധിക്കുകയില്ല. പക്ഷേ ഡിവോഴ്സ് സംഭവിക്കാതിരുന്നാൽ മരണം വരെയും തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ഭാര്യ എന്ന പദവി സംഗീതയ്ക്ക് മാത്രമായിരിക്കും. തൃഷയ്ക്ക് അപ്പോഴും ഹോം ബ്രേക്കർ എന്ന ടാഗ് മാത്രമേ സമൂഹത്തിൽ ഉണ്ടാവുകയുമുള്ളൂ. അതിനാലാണ് സംഗീത വിജയ്ക്ക് ചെക്ക് വെച്ച് വിവാഹമോചനം വേണ്ട എന്ന് തീരുമാനിച്ചത് എന്നതാണ് ഒരു വിഭാഗം ആരാധകർ പറയുന്നത്. അതേസമയം മറ്റൊരു നറേഷൻ വിഷയത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. സെൽഫ് റെസ്പെക്ട് മാറ്റിവെച്ച് സംഗീത വിജയെ സ്വീകരിച്ചത് കുടുംബത്തിന്റെ പ്രതിച്ഛായ കാക്കുവാനും മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങിയുമാകാമെന്നും ചിലർ പറയുന്നുണ്ട്. തമിഴ് കുടുംബത്തിലെ സ്ഥിരം കാഴ്ചയാണ് ഇത് എന്നുമാണ് വേറെ ചിലർ കുറിക്കുന്നത്. ഭർത്താവ് ചതിച്ചാലും മറ്റ് കുടുംബാംഗങ്ങൾ നിർബന്ധിക്കുമ്പോൾ ഇരയായ ഭാര്യ എല്ലാം മറന്ന് വീണ്ടും അയാളെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച് മുന്നോട്ട് ജീവിക്കുമെന്നും അതാകും സംഗീതയ്ക്കും സംഭവിച്ചതെന്നും ചിലർ കുറിക്കുന്നുണ്ട്. വിജയുടെ അമ്മ ശോഭ ചന്ദ്രശേഖർ ഇടപെട്ടതിനാലാണ് സംഗീത നിയമപരമായി നീങ്ങാതെ കേസ് പിൻവലിച്ചെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പ്രചരിക്കുന്നുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെയാണ് സംഗീത വിവാഹമോചന ഹർജി ചെങ്കൽപ്പേട്ട് കോടതിയിൽ ഫയൽ ചെയ്യുന്നത്. വിജയ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്നോ മുഖ്യമന്ത്രിയാകുമെന്നോ കരുതി കാണില്ലെന്നും ചിലർ പരിഹസിച്ച് കുറിക്കുന്നുണ്ട്. എന്നാൽ എല്ലാം വിപരീതമായി സംഭവിച്ചപ്പോൾ മനസ്സുമാറിയ സംഗീത തിരികെ വരാം എന്നും കുറിക്കുന്നവരുണ്ട്. ഇതൊക്കെ ഒരു ഡ്രാമയാണ്. ഇലക്ഷൻ കഴിയും വരെ അണ്ണൻ ഇപ്പോൾ മുഖ്യമന്ത്രിയല്ലേ, മുഖ്യന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ എന്താ ചെറിയ കാര്യമാണോ? കേസ് പിൻവലിക്കുന്നത് ജോയിന്റ് പെറ്റീഷൻ രണ്ടുപേരും ചേർന്ന് നൽകുവാൻ ആയിക്കൂടെ? എങ്കിൽ പരസ്പരം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ പബ്ലിക് ഡൊമൈനിൽ വരികയില്ല. ഒരുമിച്ച് ചേർന്ന് പോകുവാൻ കഴിയാത്തതുകൊണ്ട് പിരിയുന്നു എന്ന് മാത്രമേ അപേക്ഷയിൽ നൽകേണ്ടതുള്ളൂ. പരസ്പരം ചെളിവാരി എറിയേണ്ട ആവശ്യമില്ല എന്നിങ്ങനെയും ആകാം. വിജയ്ക്ക് സംസ്ഥാനം ഭരിക്കുന്ന പദവി കിട്ടിയപ്പോൾ ഭാര്യയ്ക്കും പോവേണ്ട എന്നായി, പേര് മാറ്റിയ മകനും പോവേണ്ട എന്നിങ്ങനെയുള്ള കമന്റുകളും വരുന്നുണ്ട്. സംഗീതയുമായി പുറത്തുവെച്ച് സെറ്റിൽമെന്റ് നടത്തുവാൻ വിജയ് തീരുമാനിച്ചതായും റിപ്പോർട്ടുകൾ വന്നിരുന്നു. ലണ്ടനിൽ നിന്നും വീഡിയോ കോൾ വഴിയാണ് സംഗീത കോടതി തന്റെ ഭാഗം വിശദീകരിച്ചത്. വിജയ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ നടുവിൽ നിൽക്കുമ്പോഴാണ് സംഗീത ചെങ്കൽപ്പേട്ട് കുടുംബ കോടതിയിൽ വിവാഹമോചന ഹർജി നൽകുന്നത്. മറ്റൊരു സ്ത്രീയുമായി വിജയ്ക്ക് അടുപ്പമുണ്ട് എന്ന തരത്തിലുള്ള ആരോപണങ്ങളായിരുന്നു ഉന്നയിച്ചിരുന്നത്. കോടതി 3 തവണ കേസ് പരിഗണിച്ചുവെങ്കിലും മാറ്റിവെക്കുകയായിരുന്നു ഉണ്ടായത്. വിജയിൽ നിന്നും വിവാഹമോചനം ആവശ്യപ്പെട്ട് ഭാര്യ സംഗീതയാണ് കുടുംബ കോടതിയെ സമീപിക്കുന്നത്. 2021 മുതൽ വിജയ്ക്ക് ഒരു നടിയുമായി ബന്ധമുണ്ടെന്നും അതിൽ നിന്ന് പിന്മാറുമെന്ന് പറഞ്ഞിട്ടും തുടരുകയായിരുന്നുവെന്നും വിവാഹമോചന ഹർജിയിൽ ആരോപിക്കുന്നുണ്ട്. വിജയ്ക്ക് ഒപ്പമുള്ള ചില ചിത്രങ്ങൾ പുറത്തുവന്നതും മുഖ്യമന്ത്രിയായുള്ള സത്യപ്രതിജ്ഞ ചടങ്ങിനെത്തിയതും തൃഷയാണ് ആ നടി എന്ന പ്രചരണത്തിന് ശക്തി പകരുന്നതായിരുന്നു. എന്നാൽ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം വിവാഹമോചന ഹർജി സംഗീത പിൻവലിച്ചിരിക്കുകയായിരുന്നു. വിജയിൽ നിന്ന് അകന്ന് ലണ്ടനിൽ താമസിക്കുകയായിരുന്ന സംഗീത ചെന്നൈ നീലഗിരിയിലെ വീട്ടിലേക്ക് തിരിച്ച് എത്തിയതായും വിജയുടെ അമ്മയാണ് പ്രശ്നപരിഹാരത്തിന് മുൻകൈ എടുത്തത് എന്നും വാർത്തകൾ വന്നിരുന്നു. എന്തായാലും പുതിയ ഈ ട്വിസ്റ്റിനിടെ വിജയുടെ പഴയൊരു അഭിമുഖവും സോഷ്യൽ മീഡിയയിൽ വൈറലായി തീർന്നിരിക്കുകയാണ് ഇപ്പോൾ. സംഗീതയുമായുള്ള വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് അഭിമുഖത്തിൽ നൽകിയ മറുപടിയാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. തന്റെ മാതാപിതാക്കളാണ് സംഗീതയെ തന്റെ വധുവായി തിരഞ്ഞെടുത്തത് എന്നതാണ് വിജയ് പറയുന്ന കാര്യം. ഇതൊരു പ്രണയ വിവാഹം ആയിരുന്നില്ല. വിവാഹ കാര്യത്തിൽ താൻ ഒരിക്കലും അച്ഛനമ്മമാരുടെ ഇഷ്ടത്തിന് എതിര് നിന്നിട്ടില്ല. എന്റെ അച്ഛനമ്മ തിരഞ്ഞെടുത്ത പെൺകുട്ടിയെയാണ് ഞാൻ വിവാഹം കഴിച്ചത്. എന്റെ ആരാധകരോട് ഞാൻ എപ്പോഴും പറയാറുള്ളത് മാതാപിതാക്കൾ തിരഞ്ഞെടുക്കുന്ന പെൺകുട്ടിയെ വിവാഹം കഴിക്കണം എന്ന് തന്നെയാണ്.
അങ്ങനെ വിവാഹം കഴിച്ചാൽ ജീവിതം മനോഹരമാകും എന്നുമാണ് വിജയ് പറഞ്ഞിരുന്നത്. വിജയുടെ കടുത്ത ആരാധികയായിരുന്ന സംഗീത 1990കളിലാണ് താരം പരിചയപ്പെടുന്നത്. ലണ്ടനിൽ നിന്നും ചെന്നൈയിൽ സിനിമ ഷൂട്ടിങ്ങിനായിരുന്ന വിജയെ കാണാൻ സംഗീത പറന്നെത്തുകയായിരുന്നു. ഈ പരിചയം പിന്നീട് പ്രണയമായി വളരുകയായിരുന്നു. സംഗീതയെ വിജയ് അച്ഛനായ എസ് ചന്ദ്രശേഖരനും അമ്മ ശോഭയെയും പരിചയപ്പെടുത്തിയിരുന്നു. ഇരുവർക്കും സംഗീതയെ ഇഷ്ടമായതോടെയാണ് വിവാഹത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. 1998 UK വെച്ച് സംഗീതയും വിജയും വിവാഹം രജിസ്റ്റർ ചെയ്യുകയും അതിനുശേഷം 1999 ആഗസ്റ്റ് 25 ചെന്നൈയിൽ വെച്ച് ആഘോഷപൂർവ്വം വിവാഹ ചടങ്ങുകൾ നടത്തുകയുമായിരുന്നു. ജെയ്സൺ സഞ്ജയ്, ദിവ്യ സാഷ എന്നീ 2 മക്കളാണ് ഇരുവർക്കുമുള്ളത്. നീണ്ട 28 വർഷത്തെ വിവാഹ ബന്ധത്തിന് അടുത്ത കാലത്താണ് വിള്ളൽ വീണത്. കുടുംബ പ്രശ്നങ്ങളും അവിഹിത ആരോപണങ്ങളും വിജയുടെ പ്രതിച്ഛായയ്ക്ക് മേൽ കരിനിഴൽ വീഴ്ത്തിയിരുന്നു. അതേസമയം കുറച്ചു നാളുകളായി സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായി നിന്നിരുന്നത് നടി തൃഷയും തമിഴ്നാട് മുഖ്യമന്ത്രി നടനുമായിരുന്ന വിജയും തമ്മിലുള്ള ബന്ധമായിരുന്നു. ഇരുവരും പ്രണയത്തിലായിരുന്നുവെന്നും ഒന്നിച്ച് താമസിച്ചിരുന്നു എന്നുമൊക്കെയായിരുന്നു പ്രചരിച്ചിരുന്ന അഭ്യൂഹങ്ങൾ. വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിനിടെ തൃഷയുടെ സാന്നിധ്യവും വലിയ തോതിൽ ചർച്ചയായി മാറിയിരുന്നു. പിന്നീട് ഇരുവരും ഒന്നിച്ച് പൊതുവിടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതും വാർത്തയായി തീർന്നിരുന്നു. എന്നാൽ ഇപ്പോൾ വിജയുടെ ഭാര്യ സംഗീത വിവാഹമോചന ഹർജി പിൻവലിച്ചതോടെ വീണ്ടും തൃഷ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. വിവാഹമോചനത്തിൽ നിന്ന് സംഗീത പിന്മാറിയതോടെ തൃഷയുമായുള്ള വിജയുടെ ബന്ധത്തിൽ അവസാനമായിരിക്കുകയാണ് എന്നാണ് ആരാധകരുടെ പക്ഷം. കുടുംബം ഒന്നായ സ്ഥിതിക്ക് തൃഷ ഇനി എന്തു ചെയ്യുമെന്നാണ് പലരും ചോദിക്കുന്നത്. തൃഷ സൈഡായി, കുടുംബം ഒന്നായി, തൃഷ പുറത്തായി. 1 മാസം മുൻപേയല്ലേ വിജയ്ക്കൊപ്പം പിറന്നാൾ ആഘോഷിക്കുന്ന ചിത്രം തൃഷ പങ്കുവച്ചത്. പാവം തൃഷ ഇനി എന്ത് ചെയ്യും എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്ന കമന്റുകൾ. തൃഷയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലും ആളുകൾ കമന്റുകളുമായി എത്തുന്നുണ്ട്. പിന്നാലെ തൃഷയുടെ പഴയ സമൂഹ മാധ്യമ പോസ്റ്റുകളും വീണ്ടും ഇൻസ്റ്റഗ്രാമിലും സമൂഹ മാധ്യമങ്ങളിലും വ്യാപകമായി പ്രചരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഡാർക്ക് ബ്രൗൺ വസ്ത്രം ധരിച്ച ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് ആകുലപ്പെടാതിരിക്കുക, പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുക എന്ന് തൃഷ കുറിച്ചിരിക്കുന്ന വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ഈ പോസ്റ്റിന് താഴെ നിരവധി ആരാധകരാണ് കമന്റുകളുമായി എത്തിയിട്ടുമുള്ളത്. കൂടാതെ ജൂണിൽ വിജയുടെ ജന്മദിനത്തിൽ തൃഷ പങ്കുവച്ച ആശംസാ പോസ്റ്റുകളും ചിത്രങ്ങളും ആരാധകർ വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നുമുണ്ട്. കേസ് പിൻവലിച്ചുവെങ്കിലും വിജയും സംഗീതയും തമ്മിലുള്ള ബന്ധം പൂർണ്ണമായി പുനഃസ്ഥാപിക്കപ്പെട്ടു എന്ന കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല. ഭാവിയിൽ ആവശ്യമായി വന്നാൽ പുതിയ ഹർജി ഫയൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം സംഗീതയ്ക്ക് അനുവദിച്ചുകൊണ്ടാണ് കോടതി കേസ് അവസാനിപ്പിച്ചത്. കുറച്ചു വർഷങ്ങളായി നടനിൽ നിന്നും അകന്നു കഴിയുകയാണ് താരപത്നി. ശേഷമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് വിവാഹമോചന ഹർജി ഫയൽ ചെയ്യുന്നതും ജീവനാംശം അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടതും. ഇങ്ങനെയൊരു ഉറച്ച തീരുമാനവുമായി എത്തിയ വ്യക്തി എന്തുകൊണ്ട് കേസ് ഇപ്പോൾ പിൻവലിക്കുന്നു എന്ന സംശയമാണ് പ്രേക്ഷകർ ഉയർത്തുന്നത്. നടി തൃഷയുമായി നടനുള്ള ബന്ധമാണ് സംഗീതയുമായുള്ള ദാമ്പത്യത്തിൽ വിള്ളൽ വീഴുവാനുള്ള പ്രധാന കാരണം.